നമസ്കാരം. പശ്ചിമ ബംഗാളിൽ സുവേന്ദു അധികാരി, BJP എന്ന് ഞാൻ പറയാത്തത് സുവേന്ദു അധികാരിക്ക് ഇനി പറയുവാൻ പോകുന്ന കാര്യത്തിൽ പ്രത്യേക ഭൂമികയുണ്ട്. അതുകൊണ്ടാണ് BJP സർക്കാർ അധികാരത്തിൽ വന്നു. സുവേന്ദു അധികാരി മുഖ്യമന്ത്രി ആയപ്പോൾ മുതൽ പ്രതീക്ഷിച്ചിരുന്നൊരു കാര്യം, അനധികൃത ബംഗ്ലാദേശുമായി കുടിയേറിയ ബംഗ്ലാദേശികളെ പശ്ചിമ ബംഗാളിൽ നിന്ന് പുറത്താക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്നുള്ളതാണ്. കാരണം തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മാത്രമല്ല, വളരെ കാലങ്ങളായി പശ്ചിമ ബംഗാളിൻ്റെ ഒരു ജനസമൂഹത്തിനിടയിലേക്ക് നുഴഞ്ഞു കയറി ആ ജനസമൂഹത്തിൻ്റെ ഒരു സംസ്കാരവും ജീവിത രീതികളും എല്ലാം അട്ടിമറിക്കുന്ന തരത്തിൽ ബംഗാളികൾ ഒരു നമ്മുടെ ഒരു ഭീഷണിയായി തന്നെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റം എന്നുള്ളത്. നിരന്തരമായി സുവേന്ദു അധികാരി ഉയർത്തിക്കൊണ്ടുവന്നിരുന്ന ഒരു പ്രശ്നമായിരുന്നു. അതുകൊണ്ട് തന്നെ സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായി അധികാരത്തിലെത്തിയ ഉടൻ തന്നെ ഇത്തരം അനധികൃത കുടിയേറ്റക്കാരെ പശ്ചിമ ബംഗാളിൽ നിന്ന് പുറത്താക്കുവാനുള്ള സത്വര നടപടികൾ തുടങ്ങുമെന്നുള്ളത് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നൊരു കാര്യമാണ്. പക്ഷേ അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നവർ പോലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമുണ്ടായിരുന്നു. ഇത്രയും വേഗത്തിൽ ഇത്രയും അധികം അനധികൃത കുടിയേറ്റക്കാരെ അദ്ദേഹത്തിൻ്റെ സർക്കാർ അവിടെ പശ്ചിമ ബംഗാളിൽ നിന്ന് പുറത്താക്കുമെന്ന്. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് അദ്ദേഹം അധികാരത്തിലേറിയതിനു ശേഷം 10,000 ബംഗ്ലാദേശികളെ പശ്ചിമ ബംഗാളിൽ നിന്ന് നാട് കടത്തിയിട്ടുണ്ട് തിരികെ ബംഗ്ലാദേശിലേക്ക്. 1,800ഓളം പേർ ഹോൾഡിംഗ് സെൻറ്ററുകളിൽ, അതായത് ഇവരെ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി അവരുടെ മറ്റ് രേഖകളെല്ലാം പരിശോധിച്ച് അവരെവിടുന്ന് വന്നതാണ്, എന്താണ് അവരുടെ പശ്ചാത്തലം, ഭീകരവാദ ബന്ധമുണ്ടോ, ഇത്തരം കാര്യങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷം അവരുടെ കാര്യത്തിലൊരു തീരുമാനമെടുക്കുക എന്നുള്ള രീതി പിന്തുടരുന്നതുകൊണ്ട് അവരെ അതുവരെ താമസിപ്പിക്കുന്ന സെല്ലുകൾക്ക് സുരക്ഷിതമായി എന്നാൽ ചാടിപ്പോകാത്ത രീതിയിൽ താമസിപ്പിക്കുന്ന സ്ഥലങ്ങൾക്കാണ് ഈ ഹോൾഡിംഗ് സെൽസ് എന്ന് പറയുന്നത്. ഈ ഹോൾഡിംഗ് സെല്ലുകളിൽ 1,800ഓളം പേർ ഇപ്പോൾ അനന്തര നടപടികൾ കാത്തു കിടപ്പുണ്ട്. ഇനിയും ഈ നടപടികൾ തുടരുമെന്ന് തന്നെയാണ് സുവേന്ദു അധികാരി പറയുന്നത്. അടിസ്ഥാനപരമായിട്ട് സുവേന്ദു അധികാരിയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ അദ്ദേഹം പാലിച്ചു തുടങ്ങി എന്നുള്ളത് ജനങ്ങൾ കണ്ടു തുടങ്ങി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തത്വമയി ന്യൂസ് വിവിധ വാർത്തകൾ പ്രേക്ഷകരുടെ മുൻപിലെത്തിയിരുന്നു. ഏറ്റവും പ്രത്യക്ഷമായി കാണപ്പെടുന്ന ഒരു വ്യത്യാസം, പശ്ചിമ ബംഗാളിൽ വ്യാപാരികൾക്കും സാധാരണ ജനങ്ങൾക്കും തൃണമൂൽ കോൺഗ്രസിൻ്റെ ഗുണ്ടകൾക്ക്, നേതാക്കൾക്കെന്ന് പറയുവാൻ സാധിക്കില്ല, മിക്കവരും അഭിഷേക് ബാനർജിയുടെ ഗുണ്ടകൾ തന്നെയായിരുന്നു. അവിടെ ഗുണ്ടകളായിട്ടാണ് ഈ കല്യാൺ ബാനർജിയെ പോലുള്ള മുതിർന്ന നേതാക്കൾ പോലും അഭിഷേക് ബാനർജിയുടെ ഗുണ്ടകളായി പ്രവർത്തിച്ചിരുന്ന ഒരു സാഹചര്യമായിരുന്നു തൃണമൂൽ കോൺഗ്രസിൻ്റെ അവസാനത്തെ 5 വർഷങ്ങളിൽ ബംഗാളിൽ നടമാടിയിരുന്നു. അത്തരത്തിലുള്ള സാഹചര്യത്തിലൂടെ കടന്നുപോയ ജനതയ്ക്ക് ഇപ്പോൾ അത്ഭുതമാണ്. BJP നേതാക്കൾക്ക് ഹഫ്ത കൊടുക്കേണ്ട, ഹഫ്ത എന്ന് പറഞ്ഞാൽ ഈ ആഴ്ചയിലുള്ള ഗുണ്ടാപ്പിരിവ് തന്നെയാണ് ഈ ഹഫ്ത എന്ന് മുംബൈ പ്രദേശങ്ങളിൽ പറയുന്നത്. അതാണിപ്പോൾ ഭാരതത്തിൽ പൊതുവെ ഈ ഹിന്ദി സിനിമകളിലൂടെ പ്രചരിച്ച് അതിനുള്ള നടപ്പ് പേര് കൈക്കൂലി, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ വരുമ്പോൾ അത് ഗുണ്ടാപ്പിരിവാകും. ഈ വെട്ടിച്ചിറ ഡയമണ്ട് ഒക്കെ ഏതൊരു സിനിമയിൽ ജഗതി അവതരിപ്പിച്ചൊരു കഥാപാത്രമാണ്. അദ്ദേഹമൊക്കെ നടന്നു പിരിക്കുന്നത് പോലുള്ള ഗുണ്ടാപ്പിരിവ്. ആ ഗുണ്ടാപ്പിരിവ് നൽകേണ്ടതില്ല നേതാക്കൾക്ക് എന്നത് തന്നെ പശ്ചിമ ബംഗാളിലെ ജനങ്ങൾക്ക് അത്ഭുതമാണ് എന്ന് പറയുമ്പോൾ എത്ര ദയനീയമായിരുന്നു, അല്ലെങ്കിൽ എത്ര ഭയാനകമായിരുന്നു തൃണമൂൽ കോൺഗ്രസിൻ്റെ കീഴിലുള്ള പശ്ചിമ ബംഗാളെന്ന് പ്രേക്ഷകർക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ബംഗ്ലാദേശികളിലേക്ക് തിരികെ വന്നാൽ, ജമാഅത്തെ ഇസ്ലാമി, ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി, ഇവിടുത്തെ നമ്മുടെ VD സതീശൻ്റെ ജമാഅത്തെ ഇസ്ലാമി അല്ല, ബംഗ്ലാദേശിലെ ഈ ഒറിജിനൽ ഭീകരവാദം പുറത്ത് പറഞ്ഞ് തന്നെ പ്രവർത്തിക്കുന്ന, ഇവിടെ പുറത്ത് പറയാതെ മതരാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു, അവിടെ ഭീകരവാദ ആശയങ്ങൾ പുറത്ത് പറഞ്ഞ് തന്നെ മതരാഷ്ട്രത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു. രണ്ടും ഒന്ന് തന്നെ, ഒന്ന് പൊട്ടിവിടെ, അല്ലെങ്കിൽ ഒന്നിന് പൊട്ടുണ്ട് ഒന്നിന് പൊട്ടില്ല, നസീറിൻ്റെ വേഷം മാറ്റം പോലെ, അത്രയേ ഉള്ളൂ. ആ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിലുള്ള നാടുകടത്തൽ നടപടികൾക്കെതിരെ ഞങ്ങൾ പ്രതിഷേധിക്കും, അതിർത്തിയിൽ പ്രതിരോധം തീർക്കും, കോടിക്കണക്കിന് മുസ്ലിങ്ങൾ അതിർത്തിയിലേക്ക് ഇരമ്പിയെത്തും, അവർ പശ്ചിമ ബംഗാൾ പിടിച്ചെടുക്കും, അതിനുശേഷം ഡൽഹിയിലേക്ക് മമതാ ദീദിയെ മുൻനിർത്തി മാർച്ച് ചെയ്യും എന്ന് തുടങ്ങിയ പ്രസ്താവനകളെല്ലാം ഉണ്ടായിരുന്നു. ഒസ്മാൻ ഹാദിയുടെ ഒരു 2 പടങ്ങൾ ഇടയ്ക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൊന്ന് പ്രചരിപ്പിച്ചതോടുകൂടി അവർ നിശബ്ദരായി. ഒസ്മാൻ ഹാദി ആരാണെന്ന് പ്രേക്ഷകർക്ക് ഓർമ്മയില്ലെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിക്കാം. ഇന്ത്യക്കെതിരെ നിരന്തരം ഭീഷണികൾ ഉയർത്തിയിരുന്ന, ജിഹാദിന് വേണ്ടി മുറവിളി കൂട്ടിയിരുന്ന ഒരു കുഞ്ഞ് ജിഹാദിയായിരുന്നു. ബംഗ്ലാദേശിലെ ജൻസി കലാപമുണ്ടല്ലോ എന്ന് പറയുന്ന ജിഹാദി വിപ്ലവത്തിൻ്റെ മുഖങ്ങളിലൊന്നായിരുന്നു, ഏറ്റവും പ്രസിദ്ധമായ മുഖങ്ങളിലൊന്നായിരുന്നു, കുപ്രസിദ്ധമെന്ന് വേണമെങ്കിലും പറയാം. കഴിഞ്ഞ ഡിസംബറിൽ 2025 ഡിസംബറിൽ അജ്ഞാതൻ ഒന്ന് ബംഗ്ലാദേശ് വഴി ഒന്ന് കറങ്ങി വന്നു. അതോടുകൂടി ഉസ്മാൻ ഹാദി ഹോറിഫൈഡായി. ഉസ്മാൻ ഹാദിയുടെ ഈ ഒരു വാർത്ത കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഉസ്മാൻ ഹാദിയുടെ ഒരു അനുസ്മരണമോ ഏതോ രീതിയിൽ
എന്തൊക്കെയോ രീതിയിൽ ഒരു മുന്നറിയിപ്പ് എന്നതുപോലെ സാമൂഹ്യ മാധ്യമങ്ങൾ കറങ്ങി നടക്കുവാൻ തുടങ്ങിയപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭീഷണികൾ, ഭാരതത്തിന് നേരെയുള്ള ഭീഷണികൾ അധികം ഉയർന്ന് കേൾക്കാതായി തുടങ്ങി, നിശബ്ദരായി തുടങ്ങി. ഇടയ്ക്ക് BSF അതിർത്തിയിൽ വേലി കെട്ടുന്ന, മുള്ളുവേലി കെട്ടുന്ന പ്രക്രിയയിൽ ഏർപ്പെട്ടിരുന്നപ്പോൾ, കാരണം മമതാ ദീദിയുടെ കാലത്ത് അവിടെ അവർക്ക് വേലി കെട്ടുവാനുള്ള സ്ഥലം കോടതി ഉത്തരവുണ്ടായിട്ട് പോലും സർക്കാർ ഏറ്റെടുത്ത് നൽകിയിരുന്നില്ല. സുവേന്ദു അധികാരി അധികാരത്തിലെത്തിയ ഉടൻ തന്നെ അത്തരത്തിലുള്ള ഭൂമി ഏറ്റെടുത്ത് നടപ്പാക്കുകയും BSFന് അത് കൈമാറുകയും ചെയ്തു. അതുകൊണ്ട് ഈ വേലികെട്ടൽ പ്രക്രിയ അനസ്യൂതം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് തടസ്സപ്പെടുത്തുവാനായി നാട്ടുകാരുമായി എത്തി കല്ലെറിയലൊക്കെ അവരൊന്ന് ശ്രമിച്ചു നോക്കി. പക്ഷേ അതിനുള്ള മറുപടി BSFകാർ തന്നെ കൊടുക്കുകയും ഈ അസാമിൽ ഇത്തരത്തിലുള്ള നുഴഞ്ഞുകയറ്റക്കാരിൽ 2 പേരെ BSFകാർ ഹൂറിഫൈഡ് ആക്കുകയും ചെയ്തതോടുകൂടി അതിനും ഒരു ശമനം വന്നിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമുക്കറിയുവാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ അനധികൃത കുടിയേറ്റം, അവിടെ നിന്നുള്ള കള്ളക്കടത്ത്, പശു മുതൽ സ്വർണം വരെയും മയക്കുമരുന്ന് മുതൽ ആയുധം വരെയുമുള്ള സകല വസ്തുക്കളും ആ അതിർത്തിയിലൂടെ, കാരണം ഈ ഒരു അതിർത്തി എന്ന് പറയുന്ന പല പ്രദേശങ്ങളിലും യാതൊരു കാവലുമില്ലാത്ത, പെട്രോളിംഗ് അധികം നടക്കാത്ത, കാരണം ആ പെട്രോളിംഗ് നടത്തുവാനുള്ള റോഡുകൾ പോലും ഇല്ല അവിടെ. ചിലപ്പോഴൊക്കെ വണ്ടികൾ മണ്ണിൽ താഴ്ന്നു പോകും അവിടെ. അത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ ഒരു 20 കിലോമീറ്ററോളം വിസ്തൃതിയുള്ള പ്രദേശങ്ങളൊക്കെ അങ്ങനെ കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഈ പശ്ചിമ ബംഗാളിലാകട്ടെ ആസാമിലാകട്ടെ ബംഗ്ലാദേശിനെതിരെ അതാണ് അതിർത്തി എന്ന് പറയുന്നത് ഇപ്പോൾ. അല്ലെങ്കിൽ ഈ നിർമ്മാണം, വേലിയുടെ നിർമ്മാണം, റോഡുകളുടെ നിർമ്മാണവും ഒക്കെ പൂർത്തിയാകുന്നതുവരെ ആ പ്രദേശങ്ങളിലൂടെ ഞാൻ ഈ പറഞ്ഞ വസ്തുക്കളെല്ലാം, അനധികൃത വസ്തുക്കളെല്ലാം ഭാരതത്തിലേക്ക് നിരന്തരം കടത്തിക്കൊണ്ടിരുന്നു ബംഗ്ലാദേശ് വഴി. തന്നെയുമല്ല, അനധികൃത കുടിയേറ്റക്കാരുടെ ഒരു വ്യാപനമുണ്ടല്ലോ, അത് പശ്ചിമ ബംഗാളിൽ മാത്രമല്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ നിന്ന് പിടികൂടിയവരിൽ മിക്കവരും ഭാരതത്തിലെത്തുന്നത് പശ്ചിമ ബംഗാളിൽ കൂടിയോ ആസാമിൽ കൂടിയോ ആണ്. ഇപ്പോൾ ആസാമിൻ്റെ അതിർത്തികൾ ഏതാണ്ട് പൂർണ്ണമായും ഹിമന്ത ബിശ്വ ശർമ്മ അടച്ചു കഴിഞ്ഞു. പശ്ചിമ ബംഗാളിൽ സുവേന്ദു അധികാരിയുടെ സർക്കാർ അധികാരത്തിൽ വരുന്നത് വരെയെങ്കിലും അത്തരത്തിലുള്ള പ്രക്രിയകൾ തുടർന്ന് നടന്നുകൊണ്ടിരുന്നു, തടസ്സമില്ലാതെ നടന്നുകൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ അതും കുറഞ്ഞു വരുന്നു. ഇനി ഭാവിയിൽ അത് ഇല്ലാതാകും. പിന്നെ എന്താണ് സംഭവിക്കുക? വന്ന അനധികൃത കുടിയേറ്റക്കാരെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നേരത്തെ തന്നെ വന്ന് ഇവിടെ പല ഭാഗങ്ങളിലേക്കായി ഓളിയിട്ട് നമ്മുടെ ഇടയിൽ ബംഗാളികളായി, പശ്ചിമ ബംഗാളിൽ നിന്ന് വരുന്ന ബംഗാളികളായി ജീവിക്കുന്ന ഇത്തരം അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തുക എന്നുള്ളതായിരിക്കും അടുത്ത ഘട്ടം ഇതിൻ്റെ. അത് കുറച്ചുകൂടി ശ്രമകരമാണ്, പ്രത്യേകിച്ച് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ. എന്നിരുന്നാലും ATSും കേന്ദ്ര അന്വേഷണ ഏജൻസികളും വ്യാപകമായി വല വിരിച്ച് അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കഴിഞ്ഞ ദിവസം തന്നെ തത്വമയി ന്യൂസ് പ്രേക്ഷകരുടെ മുൻപിൽ അവതരിപ്പിച്ച അവസാനത്തെ ഒരു ബംഗ്ലാദേശിയുടെ പിടികൂടലിൻ്റെ വാർത്ത. തുടർന്നും ആ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിലും കൂടുതൽ ആളുകൾ വലയിലാകും എന്ന് പ്രതീക്ഷിക്കുന്നു. കണക്കുകൾ, അനൗദ്യോഗിക കണക്കുകൾ പറയുന്നത് ഏതാണ്ട് 5 കോടിയോളം അനധികൃത കുടിയേറ്റക്കാർ പല ഭാഗങ്ങളിൽ നിന്ന് വന്നു. എല്ലാവരും ബംഗ്ലാദേശിൽ നിന്ന് തന്നെ വന്നവരാകണമെന്നില്ല. ഏതാണ്ട് 5 കോടിയോളം അനധികൃത കുടിയേറ്റക്കാർ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി നമ്മുടെ രാജ്യത്തിനുള്ളിലുണ്ട് എന്നാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി നിരന്തരമായി ഇത്തരം മമതയെ പോലുള്ളവരും കേന്ദ്രത്തിൽ ഭരണത്തിലിരുന്ന കോൺഗ്രസ് സർക്കാരുകളും എല്ലാം കണ്ണടച്ചതുകൊണ്ടോ അല്ലെങ്കിൽ സഹായങ്ങൾ ചെയ്തു കൊടുത്തതുകൊണ്ടോ ഭാരതത്തിലെത്തിപ്പറ്റിയ അനധികൃത കുടിയേറ്റക്കാർ, അവരെയെല്ലാം കണ്ടെത്തുവാനും കണ്ടുപിടിച്ച് അവരുടെ യഥാർത്ഥ രാജ്യങ്ങളിലേക്ക് അവരെവിടെ നിന്ന് വന്നോ അങ്ങോട്ടേക്ക് മടക്കി അയക്കുവാനും, അല്ലെങ്കിൽ അവർ ഇപ്പോൾ പറ്റിക്കൊണ്ടിരിക്കുന്ന, ഏറ്റവും ചുരുങ്ങിയ പക്ഷം അവർ ഇപ്പോൾ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന ഭാരതീയർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നിർത്തലാക്കി അവരെ ഏതെങ്കിലും ഈ പറഞ്ഞതുപോലെ ഹോൾഡിംഗ് സെല്ലുകളിലേക്ക് മാറ്റി അനന്തര നടപടികൾ തുടരുവാനും ഉള്ള ശ്രമങ്ങൾ നിരന്തരമായി തന്നെ യാതൊരു തടസ്സവും ഒരു ബാധ്യതയുമില്ലാതെ ഒരു സമരസവുമില്ലാതെ ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തുടങ്ങിക്കഴിഞ്ഞു. SIR പോലുള്ള പദ്ധതികൾ ഇതിനു വേണ്ടിയും ഉപയോഗപ്രദമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം അതിന് മുറവിളി കൂട്ടിയിട്ട് കാര്യമൊന്നുമില്ല. മനുഷ്യാവകാശമെല്ലാം ശരി തന്നെ, നല്ലത് തന്നെ. പക്ഷേ ആദ്യത്തെ മനുഷ്യാവകാശം അതാത് രാജ്യത്തെ പൗരന്മാർക്കാണ്. അതിർത്തികളില്ലാത്ത ലോകം, അതിരുകളില്ലാത്ത വേലി എന്നൊക്കെ വേണമെങ്കിൽ പറയുന്നത് ഒരു കാവ്യാത്മകമായോ സാഹിത്യപരമായോ തെറ്റോ ശരിയോ കേൾക്കാൻ സുഖകരമായിരിക്കും. പക്ഷേ ഇത് എഴുതുന്നവൻ്റെ വീട്ടിലെ മതിലിൻ്റെ വലിപ്പമൊന്ന് നിങ്ങൾ കാണണം ആദ്യം. അപ്പോഴേ അതിൻ്റെ ഒരു യാഥാർത്ഥ്യവും ഒരു ഭാവനയും തമ്മിലുള്ള, കാൽപ്പനികതയും തമ്മിലുള്ള വ്യത്യാസം, അതിൻ്റെ ഒരു ഭീകരത നമുക്ക് ബോധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ആനുകൂല്യം, ആദ്യത്തെ മനുഷ്യാവകാശം ലഭിക്കേണ്ടത് ഭാരതത്തിൽ ഭാരതീയനാണ്. അത് കഴിഞ്ഞേ ഉള്ളൂ മറ്റുള്ള രാജ്യങ്ങളിലുള്ളവർക്കുള്ള മനുഷ്യാവകാശം. എന്നിരുന്നാൽ പോലും നിയമപരമായിട്ട് ഏതെങ്കിലും ഒരു രാജ്യത്ത് ദുരിതം വരുമ്പോഴോ ദുരന്തം വരുമ്പോഴോ
നിയമപരമായി അവരെ സഹായിക്കുവാൻ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന രാജ്യങ്ങളിലൊന്ന് ഇന്ന് ഭാരതമാണ്. അത് ഭക്ഷണമായിട്ടാണെങ്കിലും ധനസഹായമായിട്ടാണെങ്കിലും വൈദ്യസഹായമായിട്ടാണെങ്കിലും നിരവധി രാജ്യങ്ങളിൽ പലപ്പോഴും നമ്മളോടുള്ള നയതന്ത്ര ബന്ധങ്ങൾ വഷളായി നിൽക്കുന്ന രാജ്യങ്ങളിൽ പോലും, ഉദാഹരണത്തിന് ശ്രീലങ്ക, മാലി തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം പലപ്പോഴും നമ്മളുമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങൾ അല്പം സ്വല്പം വഷളാകുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു ദുരന്തം അവിടെ ഉണ്ടാവുകയാണെങ്കിൽ ആദ്യം അവർക്ക് സഹായഹസ്തം നീട്ടുകയും അവരെ യാതൊന്നും തിരികെ പ്രതീക്ഷിക്കാതെ സഹായിക്കുകയും ചെയ്തിരുന്നത് ഭാരതം തന്നെയാണ്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭാരതം, അതിനു മുൻപുള്ള ഭാരതമല്ല ഞാൻ പറഞ്ഞത്. നേപ്പാളുമായിട്ടുള്ള ബന്ധം വഷളാക്കിയതുൾപ്പെടെ ഉള്ള നിരവധി പ്രശ്നങ്ങൾ രാജീവ് ഗാന്ധിയുടെ കാലം മുതൽ ഭാരതം തൊട്ടടുത്തുള്ള നമ്മുടെ അത്ര ശക്തിയില്ലാത്ത അയൽ രാജ്യങ്ങളോട് ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാം കുറേ ബാധ്യതകളും നാം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത് മറ്റൊരു അവസരത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. തിരിച്ച് പശ്ചിമ ബംഗാളിലേക്ക് വന്നു കഴിഞ്ഞാൽ സുവേന്ദു അധികാരിയുടെ കീഴിൽ ഇത്തരത്തിലുള്ള ഒരു അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി നാട് കടത്തുക എന്നുള്ള പദ്ധതി ഇത്ര സുഗമമായി നടപ്പാക്കുന്നതിന് 3 Ds ആണ് കാരണം. 3 Ds: ഡിറ്റക്റ്റ്, കണ്ടെത്തുക; ഡിലീറ്റ്, അവരെ അനധികൃതമായിട്ട് സമ്പാദിച്ചിട്ടുള്ള വോട്ടേഴ്സ് ID, ആധാർ കാർഡ് ഇതെല്ലാം കണ്ടെത്തി ആ പട്ടികയിൽ അവർ ഇടം പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ആനുകൂല്യങ്ങളുടെ നമ്മുടെ ഭാരതീയ പൗരൻ്റെ ഒരു രജിസ്റ്ററിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ഭാരതീയ പൗരനായി അവർ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ ഡിലീറ്റ് ചെയ്യുക. ഡിപ്പോർട്ട്, നാട് കടത്തുക. ഡിറ്റക്റ്റ്, ഡിലീറ്റ്, ഡിപ്പോർട്ട്, അതാണ് സുവേന്ദു അധികാരിയുടെ മുദ്രാവാക്യം. അത് യോഗി ആദിത്യനാഥ് ആന്തരികമായിട്ട് ക്രിമിനലുകളുടെ കാര്യത്തിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തമാശ ഇടയ്ക്കിടെ പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ ആളുകൾ പറയാറുണ്ട്. ഡിറ്റക്റ്റ്, ഡിലീറ്റ്, ഡിപ്പോർട്ട്, മണ്ണിനടിയിലേക്ക് നാട് കടത്തുക എന്നുള്ളത് അത് ഒരു തമാശയായിട്ട് ഇടയ്ക്കുന്നു, സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. സുവേന്ദു അധികാരി ഈ പറയുന്ന കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഒരുക്കമല്ല. കാരണം അദ്ദേഹം തന്നെ പറയുന്നൊരു കാര്യം, ഞാൻ ഈ അനധികൃത കുടിയേറ്റം കൊണ്ടുള്ള ഭവിഷ്യത്തുകൾ പശ്ചിമ ബംഗാളിലെ ജനങ്ങൾ, യഥാർത്ഥ ബംഗാളികൾ അനുഭവിക്കുന്നത് നേരിട്ട് കണ്ടിട്ടുള്ളയാളാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിലും ഈ ഭവാനിപൂർ, ഇപ്പോൾ അദ്ദേഹം ജയിച്ചിരിക്കുന്ന ഭവാനിപൂരിലും മുൻപ് അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലമായിരുന്ന നന്ദിഗ്രാമിൽ ഇത്തവണ 2ഇടത്തും ജയിച്ചിരുന്നു. നന്ദിഗ്രാം അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞു. ഇനി അവിടെ തിരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട്. ഇവിടെയെല്ലാം ഈ അനധികൃത കുടിയേറ്റക്കാർ വന്ന് താമസിച്ച് അവിടുത്തെ ഒരു പ്രദേശത്തിൻ്റെ ഒരു സംസ്കാരം തന്നെ പൂർണ്ണമായും ഇല്ലാതാക്കി പലപ്പോഴും നൂറുകണക്കിന് വർഷങ്ങളായി തുടർന്ന് വന്നിരുന്ന അമ്പലങ്ങളിലെ ആരാധനകൾ അവരിടപെട്ട് മുടക്കുന്നതും തുടങ്ങി ഭക്ഷണ കാര്യത്തിൽ വരെ ബംഗാളികളുടെ ഒരു ഭക്ഷണ സംസ്കാരത്തെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു മാറ്റം, ഇവയെല്ലാം നേരിട്ട് കണ്ടനുഭവിച്ച ഒരു വ്യക്തിയാണ് സുവേന്ദു അധികാരി. അതുകൊണ്ട് തന്നെ ഇത്തരം അനധികൃത കുടിയേറ്റക്കാർക്ക് നേരെ യാതൊരു സമരസവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയില്ല. അത് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. എല്ലാ വേദിയിലും ഇത്തരത്തിലുള്ള ഒരു വിഷയം ചർച്ചയ്ക്ക് ഉയർന്നു വരുമ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യമാണ്, ഇതിലൊരു സമരസവുമില്ല, നോ കോംപ്രമൈസ്. ഡിറ്റക്റ്റ്, ഡിലീറ്റ്, ഡിപ്പോർട്ട്, അതാണ് പോളിസി. അത് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചിന്തിച്ചു നോക്കൂ, ഇത്രയും ചുരുങ്ങിയ കാലത്തിനുള്ളിൽ, ഒരു മാസത്തിനുള്ളിലാണ് ഈ സമയപരിധി, അതിനുള്ളിൽ 10,000 അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി നാട് കടത്തി. അതിൽ അദ്ദേഹത്തിൻ്റെ കഴിവിനെ അഭിനന്ദിക്കുന്നതിനും അപ്പുറം ഇത്രയും ആളുകൾ, 10,000 പേരെന്ന് പറയുമ്പോൾ 10,000 ആളുകളെന്ന് പറയുമ്പോൾ ഒരു ഗ്രാമത്തിലേക്കാണ് അവർ വേണ്ട, ഒരു നഗരത്തിലേക്ക്, തിരുവനന്തപുരം പോലൊരു നഗരത്തിലേക്ക് അല്ലെങ്കിൽ എറണാകുളം പോലൊരു നഗരത്തിലേക്കാണ് 10,000 ആളുകൾ ഒരുമിച്ച് വന്നിറങ്ങുന്നതെന്ന്. അത്തരമൊരു സാഹചര്യം ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. ഒരു ദിവസം വന്ന് എന്തെങ്കിലും ഒരു ഉത്സവത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സമ്മേളനത്തിനോ വരുന്ന ജനത്തിൻ്റെ എണ്ണം അത്രയും ഉണ്ടെങ്കിൽ പോലും ആ നഗരത്തിൻ്റെ ഒരു പ്രവർത്തന രീതി തന്നെ ആ ദിവസത്തേക്ക് അങ്ങ് മാറിപ്പോകും. ട്രാഫിക് ബ്ലോക്കും മറ്റ് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും അവിടെ, അല്ലേ? പക്ഷെ അങ്ങനെയുള്ളപ്പോൾ 10,000 ആളുകൾ നിരന്തരമായി ആ നഗരത്തിൽ താമസമുറപ്പിച്ച് ആ നഗരത്തിൻ്റെ ആനുകൂല്യങ്ങളെല്ലാം പറ്റി, സൗകര്യങ്ങളെല്ലാം അനുഭവിച്ച്, എന്നാൽ ആ നഗരവാസികളുടെ യാതൊരു സംസ്കാരവും ഇല്ലാത്ത രീതിയിൽ ആ നഗരത്തിൽ പെരുമാറുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര ഒരു ദുഃഖകരമായ ഒരു സാഹചര്യമായിരിക്കും. ദുഃഖകരമെന്നുള്ളതിനപ്പുറം കാലങ്ങളായി ആ നഗരത്തിലോ ഗ്രാമത്തിലോ താമസിക്കുന്ന ആളുകൾക്ക് എത്ര അസ്വസ്ഥത ഉണ്ടാക്കുന്നൊരു കാര്യമായിരിക്കും അത്. അതും ഒരു കാര്യവുമില്ലാത്ത, യാതൊരു അർഹതയുമില്ലാത്ത ഒരാളാണ് വന്ന് ഈ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾക്കൂട്ടമാണ് ഈ വന്ന് ചെയ്യുന്നതെങ്കിൽ അത് തീർത്തും ദൗർഭാഗ്യകരമാണ്, അത് ന്യായവുമല്ല. അതുകൊണ്ട് തന്നെ ഈ 10,000 ആളുകളെ കണ്ടെത്തി പുറത്താക്കുക എന്നുള്ളത് വലിയൊരു ചടങ്ങാണ്, വലിയൊരു
ശ്രമകരമായൊരു പദ്ധതി തന്നെയായിരുന്നു. പക്ഷേ സുഗമമായി നടപ്പാക്കുവാനുള്ള ഒരു നിശ്ചയദാർഢ്യം സുവേന്ദു അധികാരിക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും ഇപ്പോൾ സംശയമൊന്നുമില്ല. എന്തിന് മമതാ ബാനർജിക്ക് പോലും സംശയമില്ല എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ സുവേന്ദു അധികാരി അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിക്കുന്നു, ഓരോന്നായി പാലിച്ചു വരുന്നു എന്നതിനുമപ്പുറം വലിയൊരു രാജ്യസേവനമാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തുടരട്ടെ. അനധികൃത കുടിയേറ്റക്കാർ അവരുടെ യഥാർത്ഥ ജന്മദേശങ്ങളിലേക്ക് മടങ്ങിപ്പോകട്ടെ. ഭാരതീയർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും അവകാശങ്ങളും ഭാരതീയർക്ക് മാത്രമായി ലഭിക്കട്ടെ. ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.